ഹായ് ഓൾ, എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് നമ്മുടെ LPST ഇൻ്റർവ്യൂവിന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് കേട്ടോ. നമ്മൾ നോക്കുന്നത് ടോപ്പിക് എന്താണെന്നല്ലേ, ശാസ്ത്ര പഠന ലക്ഷ്യങ്ങളാണ് കേട്ടോ. ശാസ്ത്ര പഠന ലക്ഷ്യങ്ങൾ. അപ്പോൾ ഇതിൽ സയൻസ് സബ്ജക്റ്റിൽ ഡിഗ്രി ചെയ്തവരോടും ചെയ്യാത്തവരോടും ഒക്കെ ഒരുപോലെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. നമ്മൾ ഏത് സബ്ജക്റ്റിലാണ് ഡിഗ്രി എടുത്തിരിക്കുന്നത് എന്നൊന്നുമില്ല. UP-യിൽ നമ്മളെല്ലാ സബ്ജക്റ്റും പഠിപ്പിക്കണം. അതുകൊണ്ട് തന്നെ നമ്മളോട് പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് LP-യിലും UP-യിലും. ഓക്കെ, അപ്പോൾ ഇതിൽ ശാസ്ത്ര പഠന ലക്ഷ്യങ്ങൾ, നമ്മൾ എന്തിനാണ് കുട്ടികളെ സയൻസ് പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് സയൻസ് പഠിക്കുന്നത് എന്നൊരു ചോദ്യം വന്നാൽ, ഇപ്പോൾ ഡിഗ്രി ഉള്ളവരായിരിക്കാം ചിലപ്പോൾ ഫിസിക്സോ കെമിസ്ട്രിയോ ബയോളജിയോ അങ്ങനെ ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ സയൻസ് സബ്ജക്റ്റ് ആണെന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം ചോദിക്കും, എന്തിനാണ് ടീച്ചറെ നമ്മൾ സയൻസ് പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ പഠിക്കുന്നത് എന്തിനാണെന്നൊരു ക്വസ്റ്റ്യൻ ഷുവറാണ്. അപ്പോൾ അതിൻ്റെ 1-2 ലക്ഷ്യങ്ങളെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ചധികം ലക്ഷ്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, നിങ്ങൾക്ക് പറയാൻ കഴിയുന്നത് ഏതാണോ അത് ചൂസ് ചെയ്ത് പഠിക്കുക. ഒന്നാമത്തേത്, ചുറ്റുപാടുകളെ ശാസ്ത്രീയമായി വ്യാഖ്യാനിക്കുക. അല്ലേ, ചുറ്റുപാടുകളെ, നമ്മൾ വസിക്കുന്ന ചുറ്റുപാടുകളെ ശാസ്ത്രീയമാക്കി വ്യാഖ്യാനിക്കുക. അതായത് ഒരു മുൻവിധിയോട് കൂടി അല്ലാതെ എല്ലാ കാര്യങ്ങളെയും നമുക്ക് എന്ത് ചെയ്യാം, വ്യാഖ്യാനിക്കാനായിട്ട്, ഒരു ശാസ്ത്രീയമായി തന്നെ വ്യാഖ്യാനിക്കാനായിട്ട് കഴിയണം. നമ്മൾ മുന്നത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞു അല്ലേ, സയൻറ്റിഫിക് ടെമ്പറോടുകൂടി നമ്മൾ എല്ലാ കാര്യത്തെയും സമീപിക്കണം. തുറന്ന മനസ്സോടുകൂടി, ഏതൊരു മുൻവിധിയും ഇല്ലാതെ എല്ലാ കാര്യങ്ങളെയും തുറന്ന മനസ്സോടുകൂടി നമ്മൾ അപ്രോച്ച് ചെയ്യണം. അതുപോലെ തന്നെയാണ് നമ്മുടെ ചുറ്റുപാടുകളെ നമ്മൾ എന്ത് ചെയ്യണം, ശാസ്ത്രീയമായി വ്യാഖ്യാനിക്കണം. അത് സയൻസ് പഠനത്തിൻ്റെ ഒരു ലക്ഷ്യമാണെന്ന് പറയുന്നു. അടുത്തത്, കൗതുകം, ജിജ്ഞാസ, നിരീക്ഷണ പാടവം എന്നിവ പരിപോഷിപ്പിക്കുക. അല്ലേ, സയൻസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു കൗതുകമാണ്, ജിജ്ഞാസയാണ്, എക്സ്പെരിമെൻ്റ് ആണ്. അല്ലേ, അടുത്ത് എന്താണ് എന്നറിയാനുള്ള ഒരു കൗതുകമാണ്. അപ്പോൾ കുട്ടികളിൽ എക്സ്പെരിമെൻ്റ് നടത്തി നിരീക്ഷണം ചെയ്യുന്നു. അപ്പോൾ കുട്ടികളിലെ നിരീക്ഷണ പാടവം, കൗതുകം, ജിജ്ഞാസ ഇവയൊക്കെ പരിപോഷിപ്പിക്കുക. അതുപോലെ തന്നെ യുക്തമായ അന്വേഷണം നടത്തി ശേഖരിച്ച വിവരങ്ങൾ വിശകലനം ചെയ്യുക. വളരെ റാൻഡമായിട്ട് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യാതെ വളരെ യുക്തമായിട്ടുള്ള രീതിയിൽ തന്നെ നമ്മൾ വിവരങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് ആ ശേഖരിച്ച വിവരങ്ങൾ എന്ത് ചെയ്യുക, വിശകലനം ചെയ്യാനുള്ള കഴിവ് നേടുക എന്നുള്ളത് മറ്റൊരു ലക്ഷ്യമാണ്. അടുത്തത്, അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ഉന്മൂലനം ചെയ്യുക. ഇന്നത്തെ നമ്മുടെ സാമൂഹിക ചുറ്റുപാടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലക്ഷ്യമാണ് അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ഉന്മൂലനം ചെയ്യുക. അല്ലേ, ന്യൂസ് പേപ്പർ എടുത്താൽ അതിൽ ഒരു പേജിൽ എവിടെയെങ്കിലും ഒരു അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ടും അനാചാരവുമായി ബന്ധപ്പെട്ടും ഒരു ന്യൂസ് ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ സമൂഹത്തിൽ ഒരു ടീച്ചർ എന്ന നിലയ്ക്ക് കുട്ടികളുടെ മുന്നിൽ അവർ കാണുന്ന അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ഉന്മൂലനം ചെയ്യാൻ സയൻസ് പഠനം എത്തരത്തിൽ സഹായിക്കാമെന്നൊരു ക്വസ്റ്റ്യൻ വരും. അപ്പോൾ അതിനുള്ള ഉത്തരവും കൊടുക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ഉന്മൂലനം ചെയ്യുക എന്നുള്ളത് ശാസ്ത്ര പഠനത്തിൻ്റെ ഒരു ലക്ഷ്യമാണ്. അപ്പോൾ ഇൻ്റർവ്യൂ ബോർഡ് നമ്മളോട് ചോദിക്കുമ്പോൾ ഈ പോയിൻ്റ് പറയുന്നവർ ഉറപ്പായിട്ടും അത് എങ്ങനെ ഉന്മൂലനം ചെയ്യാം എന്നതിനും കൂടെ ഉത്തരം കണ്ടെത്തിയിട്ട് വേണം പോകാനായിട്ട്. അടുത്തത്, പ്രകൃതി പ്രതിഭാസങ്ങളെ വിശകലനം ചെയ്യുക. അല്ലെ, പ്രകൃതി പ്രതിഭാസങ്ങൾ, മഴ, കാറ്റ്, ചൂട്, തണുപ്പ്, ഇങ്ങനെയുള്ള പ്രകൃതി പ്രതിഭാസങ്ങളെയൊക്കെ വിശകലനം ചെയ്യാൻ സയൻസ് പഠനം സഹായിക്കും. അത് സയൻസ് പഠനത്തിൻ്റെ ഒരു ലക്ഷ്യമാണ്. അതുപോലെ പരിസ്ഥിതി സൗഹൃദ മനോഭാവം രൂപപ്പെടുത്തുക. അല്ലേ, നമ്മുടെ കുട്ടികളിൽ എന്ത് ചെയ്യുക, പരിസ്ഥിതി സൗഹൃദ മനോഭാവം രൂപപ്പെടുത്തുക. പരിസ്ഥിതിയോട് സ്നേഹവും, അല്ലെ, അതിനെ നശിപ്പിക്കരുത്, അതിനെ മോശമാക്കരുത് എന്നുള്ള ഒരു ചിന്തയും കൂടി കുട്ടിയിൽ വളർത്തിയെടുക്കാനായിട്ട് സയൻസ് പഠനം സഹായിക്കും. അടുത്തത്, ശാസ്ത്രീയ മനോഭാവം വളർത്തുക. അതാണ് നേരത്തെ ആദ്യമേ നമ്മൾ പറഞ്ഞത്. എന്താണ് ശാസ്ത്രീയ മനോഭാവം? അല്ലേ, ഒരു സയൻറ്റിഫിക് ടെമ്പർ വളർത്തിയെടുക്കുക. ഏതൊരു കാര്യം അവരുടെ മുന്നിൽ കിട്ടിയാലും അതിനെ തുറന്ന മനസ്സോടുകൂടി അവർ അപ്രോച്ച് ചെയ്യുക. ഒരു മുൻവിധിയും പാടില്ല. അല്ലേ, അതെന്താണോ അപ്പോൾ അവിടെ സംഭവിക്കുന്നത് അത് മനസ്സിൽ യാതൊന്നും വയ്ക്കാതെ അതിനെ ഉൾക്കൊള്ളാനായിട്ട് എന്ത് ചെയ്യുക, ശ്രമിക്കുക. ആ ഉൾക്കൊണ്ടതിന് ശേഷം അതിലെ ശരിയും തെറ്റും നമ്മൾ സ്വന്തമായൊന്ന് അവലോകനം ചെയ്ത് ഒരു മറുപടി കണ്ടെത്താനും നോക്കുക. ഇനി പ്രകൃതി വിഭവങ്ങളെ വിവേചനപൂർവ്വം ഉപയോഗിക്കുക. അല്ലെ, വരും തലമുറയ്ക്കും കൂടി പ്രകൃതി വിഭവങ്ങൾ ആവശ്യമുള്ളതാണ് എന്നൊരു ബോധത്തോടു കൂടി പ്രകൃതി വിഭവങ്ങളെ ഉപയോഗിക്കുക. അതുപോലെ പ്രകൃതിയിലുള്ള മനുഷ്യൻ്റെ ഇടപെടൽ വിവേകപൂർവമാക്കുക. അല്ലേ, നമ്മൾ എന്ത് ചെയ്യുക, വനങ്ങളെ നശിപ്പിക്കുന്നത് കൊണ്ടാണ് നമുക്ക് എന്താണ് ഈ ഉരുൾപൊട്ടലും ഒക്കെ വരുമ്പോഴത്തേക്കും മരങ്ങളൊന്നുമില്ല. അല്ലേ, വെള്ളപ്പൊക്കവും
മലവെള്ളപ്പാച്ചിലും ഒക്കെ ഉണ്ടാകുമ്പോൾ മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം അതിൻ്റെ വേരിലൊക്കെ തട്ടി അതൊക്കെ ഒന്ന് കുറച്ച് അതിൻ്റെ ആ ഒരു തീവ്രത കുറയ്ക്കാൻ കഴിയുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്ത് ചെയ്യുക, മനുഷ്യൻ എന്താണ് വീടുകളൊക്കെ നിർമ്മിക്കാനായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, നശിപ്പിക്കുക ചെയ്യുന്നത്. അതുപോലെ തന്നെ മനുഷ്യൻ എന്ത് ചെയ്യുന്നുണ്ട്, കാട് കീഴടക്കാൻ തുടങ്ങിയപ്പോഴാണ് വന്യമൃഗങ്ങൾ നാട്ടിലോട്ട് വരാൻ തുടങ്ങിയത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രകൃതിയിലുള്ള മനുഷ്യൻ്റെ ഇടപെടൽ വിവേകപൂർവമാക്കുക എന്നുള്ളത് മറ്റൊരു സയൻസ് പഠന ലക്ഷ്യമാണ്. അതുപോലെ പ്രകൃതിയിൽ നിലനിൽക്കുന്ന പരസ്പരാശ്രയത്വം തിരിച്ചറിയുക, അല്ലേ? നമ്മുടെ ഫുഡ് ചെയിന്, ഫുഡ് വെപ്പ്, നമ്മൾ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്താണ് അല്ലേ നിൽക്കുന്നത്. നമുക്കായാലും ഫുഡ് വേണം. നമ്മൾ ഫുഡിന് വേണ്ടി എന്തിനെ ആശ്രയിക്കുന്നുണ്ട്? സസ്യങ്ങളെയും അതുപോലെ ബാക്കിയുള്ള വസ്തുക്കളെയും ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആശ്രയിക്കുന്നുണ്ട്. അപ്പം എന്താണ്, പ്രകൃതിയിലൊരു പരസ്പരാശ്രയത്വം നിലനിൽക്കുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവ് കുട്ടിയിൽ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് സയൻസ് പഠനത്തിൻ്റെ ഒരു ലക്ഷ്യമാണ്. അതുപോലെ തന്നെ സുസ്ഥിര വികസനം എന്ന കാഴ്ചപ്പാട് വ്യാപിപ്പിക്കുക. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, അതായത് ഇന്ന് നാം ഉപയോഗിക്കുന്ന വസ്തുക്കൾ വരും തലമുറയ്ക്ക് കൂടി ആവശ്യമുള്ളതാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, മിതമായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അതായത് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറുകയും വേണം, എന്നാൽ അതുകൊണ്ട് വരും തലമുറയ്ക്കൊരു ദോഷമുണ്ടാവാനും പാടില്ല. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനോടൊപ്പം വരും തലമുറയുടെ ആവശ്യങ്ങൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, വിഭവങ്ങൾ ഉപയോഗിക്കുന്നതിനെയാണ് സുസ്ഥിര വികസനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത പോയിന്റ്, ജീവജാലങ്ങളുടെ നന്മയ്ക്കായി ആർജിച്ച അറിവ് പ്രയോജനപ്പെടുത്തുക. നമ്മൾ വെറുതെ പഠിച്ചാൽ മതിയോ? ഇല്ല അല്ലേ? പഠിക്കുന്ന കാര്യം നമ്മൾ എന്ത് ചെയ്യുക, പ്രയോഗിക്കുക. പ്രയോഗത്തിൽ വരുമ്പോഴാണല്ലേ ആ ഒരു അറിവ് അല്ലെങ്കിൽ ആ ഒരു നോളജ് എന്ന് പറയുന്നത് സാക്ഷാത്കരിക്കപ്പെടുന്നത്. അപ്പം നമ്മൾ പഠിച്ച അറിവ് അല്ലെങ്കിൽ ആർജിച്ച അറിവ് ജീവജാലങ്ങളുടെ നന്മയ്ക്കായിട്ട് എന്ത് ചെയ്യുക, പ്രയോജനപ്പെടുത്തുക. അതുപോലെ ദൈനംദിന ജീവിതവുമായി പഠനത്തെ ബന്ധപ്പെടുത്തുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലക്ഷ്യമാണ് അല്ലേ? സയൻസ് പഠനം നമ്മുടെ ഡെയിലി ലൈഫുമായി ബന്ധപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ ജീവൽ പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ ബയോളജി അല്ലേ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ നമ്മൾ അടുക്കളയിൽ കുക്കിംഗ് നടത്തുന്നു, അവിടെ സയൻസ് വരുന്നു. നമ്മൾ എന്ത് കാര്യം ചെയ്താലും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, സയൻസ് പഠനം വരുന്നു അല്ലേ? റൂമിൽ ഫാൻ ഇടുന്നു, TV കാണുന്നു, അപ്പോൾ അവിടെയൊക്കെ സയൻസ് പഠനമാണ് വരുന്നത്. ഫാൻ ഇടുമ്പോൾ വരുന്ന ഊർജ്ജമാറ്റം, TV വരുന്ന ഊർജ്ജമാറ്റം, അത്തരത്തിലുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ എന്ത് കാര്യം നമ്മൾ ചെയ്താലും എന്ത് കാര്യം പഠിച്ചാലും അത് നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെടുത്തി പഠിക്കാനായിട്ട് നോക്കുക. അടുത്തത് മാനവികതയിലൂന്നിയ ശാസ്ത്രാവബോധം വളർത്തുക. ഇതും നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ യുക്തിചിന്തയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. കുട്ടികളിൽ എന്ത് ചെയ്യുക, ആ മാനവികതയിലൂന്നിയ ശാസ്ത്രാവബോധം വളർത്തിയെടുക്കുക. അതുപോലെ വ്യക്തി ശുചിത്വവും സാമൂഹ്യ ശുചിത്വവും പാലിക്കുക എന്നുള്ളത് മറ്റൊരു ലക്ഷ്യമാണ്. അടുത്തത് ശാരീരിക, മാനസിക, സാമൂഹിക ആരോഗ്യം കൈവരിക്കാൻ സഹായിക്കൽ. അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ അല്ലേ? അടുത്ത ശാസ്ത്രത്തിൻ്റെ പരിമിതികൾ ഉൾക്കൊള്ളുന്നതിനോടൊപ്പം അതിൻ്റെ നേട്ടങ്ങളും സാധ്യതകളും ആസ്വദിക്കുക. ശാസ്ത്രത്തിന് പലതരത്തിലുള്ള പരിമിതികളുണ്ട്. അപ്പോൾ ആ ഒരു പരിമിതികൾ നമ്മൾ ഉൾക്കൊള്ളാനായിട്ട് നമ്മൾ പഠിക്കുക. അതോടൊപ്പം തന്നെ ശാസ്ത്രം നൽകുന്ന നേട്ടങ്ങളും അവയുടെ സാധ്യതകളും ഒക്കെ എൻജോയ് ചെയ്യാനുള്ള മനസ്സും കുഞ്ഞുങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുക. അടുത്തത് അറിവുകളും ശേഷികളും ശാസ്ത്രത്തിൻ്റെ രീതി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് യുക്തിപരവും സാമൂഹ്യവുമായ ലഘു പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് പരിഹരിക്കപ്പെടൽ. അല്ലെ, നമ്മുടെ അറിവും ശേഷിയുമൊക്കെ നമ്മുടെ ശാസ്ത്രത്തിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ എന്ത് ചെയ്യുക, പരിഹരിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് ശാസ്ത്ര പഠനത്തിൻ്റെ ഒരു ലക്ഷ്യമാണ്. അത് കണ്ടോ, അറിവുകളും ശേഷികളും ശാസ്ത്രത്തിൻ്റെ രീതി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വ്യക്തിപരവും സാമൂഹ്യവുമായ ലഘു പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് പരിഹരിക്കുക. നമ്മുടെ വ്യക്തിപരമായ പ്രശ്നങ്ങളായിക്കോട്ടെ, സാമൂഹ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളായിക്കോട്ടെ, നമ്മൾ പഠിച്ച അറിവ് ഉപയോഗിച്ച് ശാസ്ത്രത്തിൽ അപ്ലൈ ചെയ്തുകൊണ്ട് അതിനെ പരിഹരിക്കാനായിട്ട് നോക്കുക എന്നുള്ളത് ശാസ്ത്ര പഠനത്തിൻ്റെ ഒരു ലക്ഷ്യമാണ്. അടുത്തത് ശാസ്ത്ര നേട്ടങ്ങളിൽ അഭിമാനം കൊള്ളുക. അല്ലേ, നമ്മുടെ സയൻസിൻ്റെ അച്ചീവ്മെൻറ്റ്സ്, നമ്മളിപ്പോൾ ISROയുടെ വിജയങ്ങളിലൊക്കെ നമ്മൾ അഭിമാനം കൊള്ളുന്നില്ലേ? അത്തരത്തിൽ നമ്മുടെ ശാസ്ത്ര നേട്ടങ്ങളുണ്ടായാൽ അഭിമാനം കൊള്ളാനുള്ള ആറ്റിറ്റ്യൂഡ് കുട്ടികളിൽ എന്ത് ചെയ്യുക, വളർത്തിയെടുക്കുക എന്നുള്ളത് ശാസ്ത്ര പഠനത്തിൻ്റെ മറ്റൊരു ലക്ഷ്യമാണ്. അതുപോലെ തന്നെ ശാസ്ത്രത്തിനായി ജീവിതം സമർപ്പിച്ചവരോട് ആദരവ് പ്രകടിപ്പിക്കുക. അല്ലേ, നമ്മൾ സയൻറ്റിസ്റ്റിനെയും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആദരിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഓരോരോ ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നില്ലേ? സയൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നു. CV രാമനെക്കുറിച്ച് നമ്മൾ പറയുന്നു അല്ലെ, മെൻഡലീഫിനെ കുറിച്ച് പറയുന്നു, ഗ്രിഗർ മെൻഡലിനെ കുറിച്ച് പറയുന്നു, ന്യൂട്ടനെ പറ്റി പറയുന്നു. ഇത്തരത്തിൽ പലതരത്തിലുള്ള സയൻസുമായി റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളെ ആദരിക്കാൻ കൂടി എന്ത് ചെയ്യുക, കുട്ടികളെ ക്യാപ്പബിൾ ആക്കുക എന്നുള്ളത് ശാസ്ത്ര പഠനത്തിൻ്റെ ഒരു ലക്ഷ്യമാണ്. അപ്പോൾ ഇത്രയും ലക്ഷ്യങ്ങൾ അറ്റ്ലീസ്റ്റ് നമ്മൾ ഓർത്തിരിക്കുക.
ഇതിൽ ഇൻ്റർവ്യൂ ബോർഡ് ചോദിക്കുമ്പോൾ പറയാനായിട്ട് ഒരു 3-4 പോയിന്റ് ഓർത്തിരിക്കുക. ഈ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും പറയുന്നവർ ഉറപ്പായിട്ടും അതെങ്ങനെ കുട്ടികളിൽ മാറ്റിയെടുക്കാം എന്നുള്ള ഉത്തരവും കൂടി നിങ്ങളുടേതായ ലാംഗ്വേജിൽ കണ്ടെത്തിയെടുക്കുക. വേറെ ഉത്തരവൊന്നുമല്ല, കുട്ടികളിൽ എന്ത് ചെയ്യുക, സയൻറ്റിഫിക് ടെമ്പർ വളർത്തുക. വെറുതെ ഒരു അന്ധവിശ്വാസമോ അനാചാരമോ ഫോളോ ചെയ്യാതെ യുക്തിസഹമായിട്ടല്ലേ തുറന്ന മനസ്സോടുകൂടി ഒരു വിഷയത്തെ അപ്രോച്ച് ചെയ്യാനുള്ള ഒരു കഴിവ് കുട്ടികളിൽ നേടിക്കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ശാസ്ത്ര പഠന ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കിപ്പോവുക, ചോദിച്ചാൽ പറയാൻ കഴിയണം. ഇപ്പോൾ ഇൻ്റർവ്യൂ ബോർഡിൽ സബ്ജക്റ്റ് ഏതാണ് എന്ന് നോക്കിയിട്ടല്ല ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അവർ ഏതിലാണോ എക്സ്പേർട്ട് അല്ലെങ്കിൽ അവർക്ക് അന്നേരം എന്താണോ ചോദിക്കാൻ തോന്നുന്നത് അതാണ് ചോദിക്കുന്നത്. അപ്പം നമ്മുടെ സബ്ജക്റ്റ് തന്നെ ചോദിച്ചാൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് ഉത്തരം കൊടുക്കുമെന്നറിയാം. ഇപ്പോൾ മാറി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ കഴിയുന്നുണ്ടോ എന്നൊക്കെയാണ് അവർ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ഏരിയയും ഒന്ന് നോക്കിയിട്ട് പോവുക കേട്ടോ. പേടിക്കുകയൊന്നും വേണ്ട, ഓരോ ജില്ലകളിൽ ഓരോ രീതിയാണ്. നമ്മുടെ ജില്ലയിൽ ഏതാണോ അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് അവലോകനം ചെയ്തിട്ട് പോവുക. അപ്പോൾ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള ബാക്കി ടോപ്പിക്കുകൾക്കായിട്ട് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. LP UP ഇൻ്റർവ്യൂ ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ട് പ്ലേലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതുപോലെ ഡെമോ ക്ലാസ്സസ് ഉണ്ട് കേട്ടോ. ഡെമോ ക്ലാസ് കാലിക്കറ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ എന്നാണ് അറിഞ്ഞത്. ബാക്കി ജില്ലകളുടെ കാര്യം ഇല്ല എന്ന് തന്നെയാണ് അറിഞ്ഞത്. ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കുക. അതുപോലെ തന്നെ ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ് ഷെയറിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടി ഒന്ന് കാണുക. ആരും ടെൻസ്ഡ് ആകണ്ട. ഹാപ്പി ലേണിംഗ്. താങ്ക് യു ഓൾ.